അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹിസ്റ്റെറിസിസ് ലോസ് വേരീസ് വിത്ത് ഫ്രീക്വൻസി ആസ്. 4 ഓപ്ഷൻസ് ഉണ്ട്. എഫ് റൈസ് ടു 1.6, എഫ് സ്ക്വയർ, എഫ് റൈസ് ടു 2.6. അപ്പോൾ ഈ ഹിസ്റ്റെറിസിസ് ലോസും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ റിലേഷനാണ് എഡ്ഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എഡ്ഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു കെ സി ബി എം സ്ക്വയർ ഇൻറ്റു എഫ് സ്ക്വയർ. അതേപോലെ തന്നെ ഹിസ്റ്റെറിസിസ് ലോസ് പ്രൊപ്പോർഷണൽ ടു കെ എച്ച് ബി എം റൈസ് ടു 1.6 ഇൻറ്റു എഫ് ആണ്. ഈ റിലേഷൻ കാണാതറിഞ്ഞിരിക്കണം. കാരണം ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസൊക്കെ SSCയുടെ എക്സാംസിലൊക്കെ ചോദിച്ച് കാണാറുണ്ട്. ഫ്രീക്വൻസി ഡബിൾ ആയാൽ ഹിസ്റ്റെറിസിസ് ലോസ് എത്ര മാറും, എഡ്ഡി കറണ്ട് ലോസ് എത്ര ടൈംസ് ആകും, അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ റിലേഷൻ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓർക്ക് ബി എം എന്ന് പറയുന്നത് ഫ്ലെക്സ് ഡെൻസിറ്റിയാണ്, എഫ് ആണ് ഫ്രീക്വൻസി. അപ്പോൾ എഡ്ഡി കറണ്ട് ലോസ് ആണ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിയുടെ സ്ക്വയർ. ഹിസ്റ്റെറിസിസ് ലോസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണലാണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ. യൂഷ്വൽ വാല്യൂസ് ഓഫ് ഫ്ലെക്സ് ഡെൻസിറ്റി ബി എം ഫോർ എ പവർ ട്രാൻസ്ഫോമർ യൂസിങ് ഹോട്ട് റോൾഡ് സിലിക്കൺ സ്റ്റീൽ. ഓക്കെ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പം ഇത് ഇലക്ട്രിക്കൽ മെഷീൻ ഡിസൈനിലെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡിസൈൻ ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് എടുത്തതാണ്. യൂഷ്വൽ വാല്യൂസ് ഓഫ് മാക്സിമം ഫ്ലെക്സ് ഡെൻസിറ്റി ഫോർ ട്രാൻസ്ഫോമർ യൂസിങ് ഹോട്ട് റോൾഡ് സിലിക്കൺ. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ 1.1 തൊട്ട് 1.35 വരെ ആകാം. അതേപോലെ തന്നെ പവർ ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ 1.25 തൊട്ട് 1.45 വരെ ആകാം. നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് പവർ ട്രാൻസ്ഫോമറിൻ്റെ ആണ്. അപ്പോൾ ആൻസർ 1.25 തൊട്ട് 1.45 വരെ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോ ഓഫ് ഹൈറ്റ് ടു വിഡ്ത്ത് ഓഫ് വിൻഡോ വൈൽ ഡിസൈനിങ് വിൻഡോ ഡയമെൻഷൻസ് ഓഫ് എ ട്രാൻസ്ഫോമർ ക്യാൻ ബി ബിറ്റ്വീൻ. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതും ഡിസൈൻ ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ്. ഹൈറ്റ് ഓഫ് വിൻഡോ ടു വിഡ്ത്ത് ഓഫ് വിൻഡോ റേഷ്യോ എന്ന് പറയുന്നത് യൂഷ്വലി 2:4 ഈ റേഞ്ചിലായിരിക്കണം. ഓക്കെ, അപ്പം കറക്റ്റ് ആൻസർ 2 തൊട്ട് 4 വരെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 36ാമത്തെ ക്വസ്റ്റ്യൻ. സ്ക്യൂവിങ് ഓഫ് റോട്ടർ സ്ലോട്ട് ഇൻ ഇൻഡക്ഷൻ മോട്ടർ ഹെൽപ്സ് ഇൻ. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റോട്ടർ സ്ലോട്ടുകൾ സ്ക്യൂ ചെയ്യുന്ന എന്തിനാണ്? ശരിക്കും സ്ക്യൂവിങ് ചെയ്യുന്നത് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇംപ്രൂവിങ് ഹീറ്റ് ട്രാൻസ്ഫർ, റെഡ്യൂസിങ് നോയ്സ്, സപ്രസിങ് അൺഡിസൈറബിൾ ഹാർമോണിക്സ്, ആൾ ദ എബോ. 4 ഓപ്ഷനും തെറ്റാണ്. സ്ക്യൂവിങ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ലോക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇൻഡക്ഷൻ മോട്ടറിൽ റോട്ടറിൻ്റെ പോൾസും സ്റ്റേറ്ററിൻ്റെ പോൾസും ഒരേപോലെ അലൈൻ ചെയ്തു വന്നാൽ അവയ്ക്കിടയിലുള്ള ഇൻട്രാക്ഷൻ കാരണം ദേ ആർ മാഗ്നറ്റിക്കലി ലോക്ക്ഡ്. അപ്പോൾ ആ മാഗ്നറ്റിക്കലി ലോക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഫിനോമിന പറയുന്നതാണ് എന്താണ് കോഗിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് ലോക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ റോട്ടറിൻ്റെ പോൾസും സ്റ്റേറ്ററിൻ്റെ പോളുകളും തമ്മിൽ എന്താണ് ഒരേപോലെ അലൈൻ ചെയ്യരുത്. അപ്പോൾ റോട്ടർ സ്ലോട്ടുകൾ ഒരു പ്രത്യേക ആംഗിളിലായിരിക്കും അത് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. നമുക്കിവിടെ ഫിഗർ കണ്ടാലറിയാം. കണ്ടോ, ഇവിടെ കണ്ടോ റോട്ടറിൻ്റെ സ്ലോട്ടുകൾ കണ്ടോ, ഇത് ഒരു ആംഗിളിലാണ് കണ്ടോ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന. കാരണം എന്താണ്? ഇത് കാരണം ഇത് സ്റ്റേറ്റർ സ്ലോട്ടുകളുമായിട്ട് ഡയറക്റ്റായിട്ട് അലൈൻ ചെയ്യത്തില്ല. അപ്പോൾ എന്താണ്, നമുക്ക് ഈ സ്റ്റേറ്റർ പോളുകളും റോട്ടർ പോളുകളും തമ്മിലുള്ള മാഗ്നറ്റിക് ലോക്കിംഗ് ഒഴിവാക്കാൻ പറ്റും. രണ്ടും ഒരേപോലെ അലൈൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് മാഗ്നറ്റിക്കലി ലോക്ക്ഡ് ആവുന്നത്. ഈ രീതിയിൽ ചെയ്തിരിക്കുന്ന കാരണം എന്ത് പറ്റും? അത് മാഗ്നറ്റിക്കലി ലോക്ക്ഡ് ആവത്തില്ല. അങ്ങനെ കോഗിങ് എന്ന് പറയുന്ന ഫിനോമിൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ 36ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതിലില്ല. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലോക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്യൂ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഇൻഡക്ഷൻ മോട്ടർ ലാർജർ എയർ ഗ്യാപ്പ്, ഡാഷ് നോയ്സ് ലെവൽ ആൻഡ് ഡാഷ് കൂളിംഗ്. ഓക്കെ, ഇതും മെഷീൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മെഷീൻസിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം മെഷീൻ ഡിസൈനിൽ നിന്നാണ് ആക്ച്വലി ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനും മെഷീൻ ഡിസൈനിൽ നിന്ന് തന്നെയാണ്. ഇലക്ട്രിക്കൽ മെഷീൻ ഡിസൈനിലെ ഇൻഡക്ഷൻ മോട്ടർ ഡിസൈനിലെ ചോയ്സ് ഓഫ് എയർ ഗ്യാപ്പ് ലെങ്ത് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. AK-ശൂന്യത ടെക്സ്റ്റിൽ ഇതിനെല്ലാം ആൻസർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അല്പം മുമ്പ് കാണിച്ച 34ാമത്തെ ക്വസ്റ്റ്യൻ, 35ാമത്തെ ക്വസ്റ്റ്യൻ മെഷീൻ ഡിസൈനിലാണ് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം AK-ശൂന്യത മെഷീൻ ഡിസൈൻ എന്ന ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയോ, എയർ ഗ്യാപ്പ് ലെങ്ത് അത് നോയ്സിനെയും കൂളിങ്ങിനെയും എങ്ങനെ ബാധിക്കുമെന്ന് നോക്കിയോ. നോയ്സ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടു എൻഷുവർ ദാറ്റ് noise produced will not be objectionable if it is necessary to make the zigzag leakage as small as possible. This can be done by increasing the air gap length. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത്
എയർ ഗ്യാപ്പ് ലെങ്ത് കൂട്ടിയാൽ നോയ്സിൻ്റെ ലെവൽ കുറയ്ക്കാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എയർ ഗ്യാപ്പ് ലെങ്ത് കൂടുന്ന നോയ്സ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിക്സാഗ് ലീക്കേജ് ഫ്ലെക്സിനെ കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സിക്സാഗ് ലീക്കേജ് ഫ്ലെക്സ് 2-3 ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് ഈ സിക്സാഗ് ലീക്കേജ് ഫ്ലെക്സ്. ഈ സിക്സാഗ് ലീക്കേജ് ഫ്ലെക്സിനെ കുറച്ചാൽ നമുക്ക് നോയ്സിനെ കുറയ്ക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ സിക്സാഗ് ലീക്കേജ് ഫ്ലെക്സ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എയർ ഗ്യാപ്പ് ലെങ്ത് കൂട്ടുവാണ് ചെയ്യേണ്ടത്. എയർ ഗ്യാപ്പ് ലെങ്ത് എന്ന് പറയുന്നത് കൂട്ടണം. ഇനി അതേപോലെ തന്നെ കൂളിംഗ് എന്ന് പറയുന്നത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. If the length of the air gap is large, the cylindrical surface of rotor and stator are separated by large distance. This would afford better facility for cooling. ഓക്കെ, അപ്പോൾ കൂളിംഗ് ബെറ്റർ ആവുന്നത് എപ്പോഴാണ്? എയർ ഗ്യാപ്പ് ലെങ്ത് കൂടുമ്പോഴാണ് കൂളിംഗ് ബെറ്റർ ആവുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇൻഡക്ഷൻ മോട്ടോർ വിത്ത് ലാർജ് എയർ ഗ്യാപ്പ് ലെങ്ത് ഡാഷ് നോയ്സ് ലെവൽ. ഓക്കെ, എയർ ഗ്യാപ്പ് ലെങ്ത് കൂടിയാൽ എന്താണ്? റെഡ്യൂസസ് നോയ്സ് ലെവൽ എന്നാണ്. എയർ ഗ്യാപ്പ് ലെങ്ത് കൂടിയാൽ ഇവിടെ റെഡ്യൂസസ് നോയ്സ് ലെവൽ എന്ന് വരും. അതേപോലെ തന്നെ ഇംപ്രൂവ്സ് കൂളിംഗ്. അപ്പം ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇൻഡക്ഷൻ മോട്ടോർ വിത്ത് ലാർജ് എയർ ഗ്യാപ്പ് ലെങ്ത് റെഡ്യൂസസ് നോയ്സ് ലെവൽ ആൻഡ് ഇംപ്രൂവ്സ് ദ കൂളിംഗ്. അടുത്ത് 38ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൾട്ടർനേറ്റേഴ്സ് ആർ യൂഷ്വലി റേറ്റഡ് ഇൻ. ഓക്കെ, നമുക്കറിയാം എന്താണ് ആൾട്ടർനേറ്ററുകൾ പൊതുവെ KVAയിലാണ് റേറ്റ് ചെയ്യുന്നത്. കാരണം അതൊരു പവർ ജനറേറ്റ് ചെയ്യുന്നതാണ്, ലോഡല്ല. അപ്പോൾ അതിൽ കണക്ട് ചെയ്യുന്ന ലോഡുകൾ എന്താണ്? ഇൻഡക്റ്റീവ് ലോഡും ആകാം, കപ്പാസിറ്റീവ് ലോഡും. അപ്പോൾ അതിൻ്റെ പവർ ഫാക്ടർ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്താണ്? KW റേറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് KW റേറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്ഫോമറുകളെ, ആൾട്ടർനേറ്ററുകൾ ഇവയെല്ലാം എന്താണ്? KVAയിലാണ് റേറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ കണക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് അത് ഇൻഡക്റ്റീവ് ലോഡും ആകാം, കപ്പാസിറ്റീവ് ലോഡാകാം. പക്ഷേ ഒരു ഓൾട്ടർനേറ്ററിനെ സംബന്ധിച്ച് അതിലുണ്ടാകുന്ന പ്രധാന ലോസുകളാണ് കോപ്പർ ലോസും അയൺ ലോസും. കോപ്പർ ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻസ് ഓൺ കറണ്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ അയൺ ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻസ് ഓൺ വോൾട്ടേജ് ആണ്. ചുരുക്കം പറഞ്ഞാൽ ഓൾട്ടർനേറ്ററിനെ റേറ്റിംഗ് ചെയ്യുമ്പോൾ ഈ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും അല്ലെങ്കിൽ വോൾട്ട് ആംബിയറിലാണ് റേറ്റിംഗ് ചെയ്യുന്നത്. ലോസസിനെ ബേസ് ചെയ്ത് വോൾട്ട് ആംബിയറിലാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ എന്താണ്? അപ്പോൾ ആ വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള ആംഗിളിനെ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഓൾട്ടർനേറ്റേഴ്സിനെല്ലാം VA വോൾട്ട് ആംബിയർ അല്ലെങ്കിൽ അപ്പയറൻറ്റ് പവറിലാണ് നമ്മൾ റേറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 39ാമത്തെ ക്വസ്റ്റ്യൻ. ഡ്യൂ ടു സ്കിൻ എഫക്റ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡാഷ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി. ഓക്കെ, എന്താണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? സ്കിൻ എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കണ്ടക്ടറിൻ്റെ സർഫസിലേക്ക് അയോൺസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫിനോമിനയാണ് സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കിൻ എഫക്റ്റ് കാരണം കറണ്ട് ഫ്ലോ ചെയ്യുന്ന ആ പാത്ത് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് കുറവാണ് ചെയ്യുന്നത്. നമുക്കറിയാം എഫക്റ്റീവ് ഏരിയ കുറവാണെന്നുണ്ടെങ്കിൽ R=ρL/A എന്ന് പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ച് A കുറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻസ് ബി ആണ് കറക്റ്റ് ആൻസർ. ഡ്യൂ ടു ദ സ്കിൻ എഫക്റ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഫ്രീക്വൻസി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ. ദ എഫക്റ്റ് ഈസ് ഈക്വലൻ ടു എ റിഡക്ഷൻ ഓഫ് cross section area of the conductor and therefore effective resistance of the conductor is increased. ഓക്കെ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. സ്കിൻ എഫക്റ്റ് കാരണം എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത്. 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ സർജ് ഇംപിഡൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ സർജ് ഇംപിഡൻസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ട്രാൻസ്മിഷൻ ലൈനിൽ അവയ്ക്ക് എന്താണ്? പാരസൈറ്റിക് കപ്പാസിറ്റൻസും ഉണ്ട്, ഇൻഡക്റ്റൻസും ഉണ്ട്. പൊതുവേ ട്രാൻസ്മിഷൻ ലൈനിലെല്ലാം ഈ കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും എല്ലാം എന്താണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, അതായത് ഒരു ട്രാൻസ്മിഷൻ ലൈനിലുള്ള കപ്പാസിറ്റൻസ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സെക്ഷനിലുള്ള കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും തമ്മിൽ റിയാക്റ്റൻസും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് പവർ അത് ഈക്വൽ ടു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് പവർ എന്ന് എഴുതാം. അപ്പം കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് പവർ V²/R എന്നുള്ള രീതിയിൽ V²/X എന്ന് എഴുതാം. അതേപോലെ തന്നെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് പവർ എങ്ങനെ എഴുതാം? I² × XL. ഇനി ഇതിനെ സോൾവ് ചെയ്യണം. XCയും XLനും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് V/I എഴുതുക. V/I എഴുതുമ്പോൾ നമുക്ക് √XL × XC എന്ന് എടുക്കുക. വാല്യൂസ് കൊടുക്കുമ്പോൾ 2πയും 2πയും എഫ് എല്ലാം ക്യാൻസലായി √L/C എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ V/I ആണ് സർജ് ഇംപിഡൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് √L/C എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ സർജ് ഇമ്പിഡൻസിൻ്റെ വാല്യൂ √L/C ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 40ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മോർ റിലേ ഈസ് യൂഷ്വലി എംപ്ലോയ്ഡ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ്. മോർ റിലേ ഉപയോഗിക്കുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ലോങ് ട്രാൻസ്മിഷൻ ലൈൻസിനാണ്. മോർ റിലേ ഉപയോഗിക്കുന്നത് ലോങ് ട്രാൻസ്മിഷൻ ലൈനാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി എടുത്തുക. റിയാക്റ്റൻസ് റിലേ എന്ന് പറയുന്നത് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ആയിരിക്കും. ഇമ്പിഡൻസ് റിലേ എന്ന് പറയുന്നത് മീഡിയം ട്രാൻസ്മിഷൻ ലൈനിലായിരിക്കും ഉപയോഗിക്കുന്നത്. അതുകൂടി ഇവിടെ നിന്ന് ഓർത്തിരിക്കുക. മോർ റിലേ ആണ് ലോങ് ട്രാൻസ്മിഷൻ ലൈനിലെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. A 10 MVA generator has a power factor of 0.866 lagging. The reactive power produced will be. ഓക്കെ, സോറി, നമ്മൾ ക്വസ്റ്റ്യൻ മാറിപ്പോയി. 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ ഇൻട്രപ്റ്റിംഗ് കപ്പാസിറ്റീവ് കറൻറ്റ്സ് വിച്ച് സർക്യൂട്ട് ബ്രേക്കർ ഈസ് യൂസ്ഡ്. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തു. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് അറിയാവുന്നെങ്കിൽ നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യുക. 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ പെർ യൂണിറ്റ് വാല്യൂ ഓഫ് എനി ക്വാണ്ടിറ്റി ഈസ് ഡിഫൈൻഡ് ആസ്. പെർ യൂണിറ്റ് വാല്യൂ എന്ന് വെച്ചാൽ നമുക്കറിയാം ആക്ച്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ എന്നതാണ് പെർ യൂണിറ്റ് വാല്യൂ. നമുക്കറിയാം പവർ സിസ്റ്റത്തിൽ ലോഡ് ഫ്ലോ സ്റ്റഡീസിനൊക്കെ ആയാലും നമ്മൾ പെർ യൂണിറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം റേറ്റിംഗ്സ് എന്ന് പറയുന്നത് മെഷീൻ്റെ റേറ്റിംഗ്സ്, ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ്, വോൾട്ടേജ് ലെവൽ ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാരണം നമ്മളെപ്പോഴും ഒരു കോമൺ വാല്യൂവിനെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വാല്യൂ വെച്ച് നമ്മളെന്താണ് ഒരു പെർ യൂണിറ്റ് വാല്യൂ എടുക്കും. ആ പെർ യൂണിറ്റ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ത്രൂ ഔട്ട് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പെർ യൂണിറ്റ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്, ആക്ച്വൽ വാല്യൂ ഡിവൈഡ് ബൈ ഒരു റെഫറൻസ് വാല്യൂ അല്ലെങ്കിൽ ബേസ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആക്ച്വൽ വാല്യൂ ഇൻ എനി യൂണിറ്റ് ടു ദ ബേസ് വാല്യൂ ഇൻ ദ സെയിം യൂണിറ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 43 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ റിലേ വിച്ച് ഓപ്പറേറ്റ് വെൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എക്സീഡ്സ് എ സെർട്ടൺ പ്രീസെറ്റ് വാല്യൂ. ഏതായിരിക്കും? ഓവർ കറണ്ട് റിലേ ആയിരിക്കും. 44ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓവർ കറണ്ട് റിലേ ആണ്. റിവേഴ്സ് പവർ റിലേ എന്താണ്? പവറിൻ്റെ യൂണി ഡയറക്ഷണൽ പവർ ഫ്ലോ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് റിവേഴ്സ് പവർ റിലേ. പോളറൈസ്ഡ് റിലേ എന്താണ്? പോളറൈസ്ഡ് റിലേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു പെർമനൻറ്റ് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാകും. അപ്പോൾ ആ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ നോർത്ത് സൗത്ത് പോളാരിറ്റിയെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു റിലേ ആണ് പോളറൈസ്ഡ് റിലേ. അടുത്താണ് അണ്ടർ വോൾട്ടേജ് റിലേ. അണ്ടർ വോൾട്ടേജ് റിലേ പേര് പോലെ തന്നെയാണ്, എന്താണ്, ഒരു വോൾട്ടേജ് അണ്ടർ വോൾട്ടേജിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന റിലേ ആണ് അണ്ടർ വോൾട്ടേജ് റിലേ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10 kV ഒരു ഫീഡറിലെ വോൾട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ അവിടെ 10 വോൾട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്താണ്, അത് ഷോർട്ട് സർക്യൂട്ടാണ്, എന്ന് വെച്ചാൽ അണ്ടർ വോൾട്ടേജ് ആണ്. ചുരുക്കം പറഞ്ഞാൽ ഓവർ വോൾട്ടേജിനേക്കാളും ഡേഞ്ചറാണ് ഈ അണ്ടർ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസിൽ അണ്ടർ വോൾട്ടേജിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അണ്ടർ വോൾട്ടേജ് റിലേ എന്ന് പറയുന്നത്. അടുത്ത 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ 10 MVA ജനറേറ്റർ ഹാസ് പവർ ഫാക്ടർ ഓഫ് 0.866 ലാഗിങ്. ദ റിയാക്റ്റീവ് പവർ പ്രൊഡ്യൂസ്ഡ് വിൽ ബി. ഓക്കെ, 10 MVA ടോട്ടൽ അപ്പയറൻറ്റ് പവർ തന്നിട്ടുണ്ട്. ഇതിനെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? റിയാക്റ്റീവ് പവർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് എന്താണ്? VI sin phi ആണ്. VI sin phi ആണ്. അപ്പോൾ നമുക്ക് cos phi തന്നിട്ടുണ്ട് അല്ലേ? cos phi എന്ന് പറയുന്നത് 0.866 ലാഗിങ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ cos phi 0.866 ആണെന്നുണ്ടെങ്കിൽ phi നമുക്ക് അവിടെ നിന്ന് കണ്ടു. phi ഈസ് ഈക്വൽ ടു cos ഇൻവേഴ്സ് ഓഫ് 0.866 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് phi കിട്ടും. ഈ phi കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ sin phi എടുക്കാം. ഓക്കെ, അപ്പോൾ sin phi എടുക്കാം. ആ sin phi ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആൻസർ കിട്ടും. ചുരുക്കം പറഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് 10 ഇൻറ്റു സൈൻ ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് 0.866 ആണ്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 5 എന്ന് പറഞ്ഞ് ആൻസർ കിട്ടും. 46ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൊറോണ ലോസ് ഇൻ HVDC ട്രാൻസ്മിഷൻ കമ്പയർഡ് ടു ദാറ്റ് AC ട്രാൻസ്മിഷൻ. ഓക്കെ, AC വെച്ച് നോക്കുമ്പോൾ HVDC ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോൾ കൊറോണ എഫക്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ഈ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? കൊറോണയ്ക്ക് കാരണമാണ്. അപ്പം DC-യിലേക്ക് വരുമ്പോൾ എന്താണ്? തീർച്ചയായിട്ടും അത് ഡയറക്റ്റ് കറണ്ട് ആയതുകൊണ്ട് തന്നെ കൊറോണ എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. HVDC ട്രാൻസ്മിഷനിൽ കൊറോണ എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 47ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ആബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി, റിലേറ്റീവ് സ്റ്റെബിലിറ്റി, ബോത്ത് നൺ.
ബോത്താണ് ആബ്സല്യൂട്ട് സ്റ്റെബിലിറ്റിയും റിലേറ്റീവ് സ്റ്റെബിലിറ്റിയും ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് നൈക്വിസ്റ്റ് പ്ലോട്ട് വെച്ച്. പക്ഷേ ഈ ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്തു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ അറിവിൽ ആബ്സല്യൂട്ട് സ്റ്റെബിലിറ്റിയും റിലേറ്റീവ് സ്റ്റെബിലിറ്റിയും നമുക്ക് നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, 48ാമത്തെ ക്വസ്റ്റ്യൻ, കമ്പയർഡ് ടു എ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ഈസ്. ഓക്കെ, ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിന് ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആക്യുറേറ്റ് വാല്യൂവിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഔട്ട്പുട്ടിനെ സെൻസ് ചെയ്ത് എന്താണ് ഒരു എറർ ഉണ്ടാവും അല്ലേ, ആക്യുറേറ്റ് നമ്മുടെ ടാർഗറ്റ് വാല്യൂവിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ എത്ര ഡിഫറൻസ് വന്നു, ആ ഡിഫറൻസ് എന്ന് പറയുന്ന എററാണ്. ആ എററിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫീഡ്ബാക്കായിട്ട് കൊടുക്കും. അപ്പോൾ ഓരോ തവണയും ആക്യുറേറ്റ് ആയിട്ട് വാല്യൂ വന്നോ ഇല്ലയോ എന്നുള്ളത് ഇങ്ങനെ എന്താണ് ക്ലോസ്ഡ് ലൂപ്പിൽ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ലൂപ്പിലേക്ക് വരുമ്പോൾ വാല്യൂസ് എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന കാരണം എന്ത് പറ്റും, സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ ക്ലോസ്ഡ് ലൂപ്പിന് ആക്യുറസി കൂടുതലായിരിക്കും, സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ക്ലോസ്ഡ് ലൂപ്പിന് ആക്യുറസി കൂടുതലാണ്, സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഓപ്പൺ ലൂപ്പാണ്. ഓപ്പൺ ലൂപ്പിന് അപ്പോൾ എന്തായിരിക്കും, ഓപ്പൺ ലൂപ്പ് എന്ന് പറയുമ്പോൾ മോർ സ്റ്റേബിൾ ആയിരിക്കും, പക്ഷേ ലെസ് ആക്യുറേറ്റ് ആയിരിക്കും. തിരിച്ചു വരും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മോർ സ്റ്റേബിൾ ആണ്, അതേപോലെ തന്നെ ലെസ് ആക്യുറേറ്റ് ആയിരിക്കും. 48ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തു. ഓപ്ഷൻ ബിയും സിയും സെയിം ഓപ്ഷൻ തന്നെ കൊടുത്തിരുന്നു. 49ാമത്തെ ക്വസ്റ്റ്യൻ അതും PSC ഡിലീറ്റ് ചെയ്തു. 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഇൻ ദ സ്റ്റഡി ഓഫ്. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ സ്റ്റഡി എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ സ്റ്റഡി സ്റ്റേറ്റും അതേപോലെ തന്നെ ട്രാൻസിയൻ്റ് റെസ്പോൺസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സ്റ്റഡി സ്റ്റേറ്റ് ആസ് വെൽ ആസ് ട്രാൻസിയൻ്റ് ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ സ്റ്റഡി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.